അവരെല്ലാവരും കാത്തിരിക്കുന്നത് ചെയ്യും. നമുക്ക് സർ, കോൺഗ്രസിന്റെ പല നേതാക്കളും ഇപ്പോൾ തന്നെ അവർ മുഖ്യമന്ത്രിമാരെ ഇന്ന ആള് വേണം എന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞു. 3 പേരുടെ പേരായിരുന്നു ആദ്യം കേട്ടിരുന്നത്. ഇപ്പോൾ അത് 2ആയി ചുരുങ്ങിയിരിക്കുന്നു. അതായത് KC വേണുഗോപാലും സതീശനും. KC വേണുഗോപാലിനെയാണ് കൂടുതൽ പേർ പ്രകടമായി മുമ്പിൽ വന്നത്. സുധാകരനാകട്ടെ, ഇന്ന് ശിവകുമാർ ആകട്ടെ, അങ്ങനെ പലരും വന്നുകൊണ്ടേയിരിക്കുന്നു. സതീശന്റെ ഒരു അനുയായിയാണല്ലോ എറണാകുളത്ത് തുടങ്ങി വെച്ചത്. എറണാകുളത്ത് നിന്ന് ആകണം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് താങ്കളുടെ റീഡിങ് എന്താണ്? കേരളത്തിൽ UDF ചാൻസ് ഉണ്ടെങ്കിൽ ആരാകും മുഖ്യമന്ത്രി എന്നാണ് താങ്കളുടെ? 2 കാര്യങ്ങളാണ് ഇത് നിർണയിക്കുക. ഒന്ന്, തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാർ ആരുടെ കൂട്ടത്തിൽ ആരുടെ നേതൃത്വം അംഗീകരിച്ചു വന്നവരാണ്. ഇത് അടിസ്ഥാന പ്രശ്നമാണ് കോൺഗ്രസിൽ. അതിലപ്പുറം ഒരു കണക്കില്ല. ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരുടെ എണ്ണം അതെത്രയാണെന്ന് നമുക്ക് എന്തായാലും 50-ന് മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ നമ്മുടെ ഒരു കണക്കിൽ അവരുടെ പാർലമെന്ററി പാർട്ടിയിൽ 50-നേറെ ആളുകൾ ഉണ്ടാവുമെന്നാണ് കരുതപ്പെടുന്നത്. അതിൽ ബഹുഭൂരിപക്ഷം MLA-മാരും ആരെയാണ് ആഗ്രഹിക്കുന്നത്? ഇതിൽ യാതൊരു സംശയവുമില്ല. അത് നിർണായകമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഖാർഗെ ഇതിൽ തീരുമാനമെടുക്കുകയുള്ളൂ. അല്ലാതെ രാഹുൽ ഗാന്ധിയുടെയും ഖാർഗെയും ഒന്നും ഇഷ്ടപ്രകാരം ഒരാളെ കേരളത്തിൽ മുഖ്യമന്ത്രിയാക്കില്ല. MLA-മാരുടെ നേരിട്ട് ഹിതമറിഞ്ഞ ശേഷം ഇവിടെ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുത്ത അതേ മാർഗത്തിലൂടെ ദേശീയ നേതൃത്വം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അല്ലാതെ 2 കാര്യങ്ങൾ. ഒന്ന്, കേരളത്തിലെ MLA-മാരിൽ ബഹുഭൂരിപക്ഷം ആരുടെ സ്ഥാനാർത്ഥികളായിരുന്നു? സതീശൻ ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ സതീശനെ പിന്തുണയ്ക്കുന്ന എത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു? അവരുടെ വിജയ ശതമാനം എത്രയാണ്? അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ കൂടെ നിന്നിരുന്നവരിൽ എത്രയുണ്ട്? KC വേണുഗോപാൽ സ്ഥാനാർത്ഥിത്വം സംഘടിപ്പിച്ചു കൊടുക്കുകയോ സഹായിക്കുകയോ ചെയ്ത MLA-മാർ എത്രയുണ്ട്? അപ്പൊ നമ്മൾക്ക് ഇത് 3 പേരുടെ പേര് മാത്രമല്ലേ താങ്കൾ ഇപ്പോൾ പറഞ്ഞുള്ളൂ, അല്ലെ? KC, രമേശ്, സതീഷ്, അല്ലെ? നാലാമത് ഒരു ഡാർക്ക് ഹോഴ്സ്, ഒരാൾ വേണമെങ്കിൽ വരാം MLA-മാരുടെ ഇടയിൽ. ഞാനൊരു കാര്യം പറയട്ടെ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ താങ്കൾ മറന്നോ? പഴയ പടക്കുതിര. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരാരും പറയാത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവരെ പോലെ തന്നെ ഒരു 4-മനായി നിങ്ങൾക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. പക്ഷെ ഇവിടെ കാണുന്ന ഒരു കാര്യം, ഇപ്പൊ ജയിക്കുകയും ഈ പറയുന്നത് ജയിച്ച് അവരുടെ മന്ത്രിസഭ ഉണ്ടാക്കുന്ന സമയത്ത് വരുന്ന ഒരു യഥാർത്ഥ പ്രശ്നം, ഇത് ജാതി സമവാക്യങ്ങൾ ഇത്തവണ കോൺഗ്രസിന് പാലിക്കാൻ വലിയ ബുദ്ധിമുട്ടാവും. കാരണം ഒരു നായർ ആധിക്യം, നേതൃത്വത്തിലെ നായർ ആധിക്യം. ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞ KC വേണുഗോപാൽ, സതീശൻ, രമേശ്, ഈ ഞാൻ കൂട്ടിച്ചേർത്ത തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇവരെല്ലാം നായന്മാരാണ്. നായന്മാരാണെന്നും മാത്രമല്ല, അതിലൊരു പക്ഷേ സതീശൻ ഒഴികെ ബാക്കി എല്ലാവരെയും NSS നേതൃത്വം ഇഷ്ടപ്പെടുന്നവരുമാണ്. അപ്പൊ അതുകൊണ്ട് ഇത്രയും ബാഹുല്യം, ഈ നായർ ബാഹുല്യം നേതൃത്വത്തിൽ ഉള്ളപ്പോൾ ഒരു കാര്യമുണ്ട്, നായന്മാരുടെ വോട്ട് കൊണ്ടായിരിക്കില്ല ഇത്തവണ UDF ജയിക്കുന്നത് മുസ്ലിങ്ങളുടെയും LDF-ൽ നിന്ന് നിരാശരായി വന്ന ഈഴവരുടെയും ക്രിസ്ത്യാനികളുടെ കൺസോളിഡേഷന്റെയും ഫലമായിട്ടാണ്. അപ്പൊ ഈ നായർ നേതാക്കളുടെ ബാഹുല്യം എങ്ങനെ അവർ പരിഹരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ചോദ്യം.